നമ്മുടെ പ്രകൃതിയിലും അതിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും മാറ്റം സംഭവിക്കുക എന്നത് അനിവാര്യമായൊരു കാര്യമാണ്. മഴ മാറി വെയിൽ വരുന്നതും അത് പിന്നീട് ഗ്രീഷ്മമായും വസന്തമായും മാറുന്നതൊക്കെ ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ മാറ്റങ്ങളാണ്. മാറ്റമില്ലാത്തതായി ഉള്ളത് മാറ്റത്തിന് മാത്രം. എത്ര അർത്ഥവത്തായ കാര്യമല്ലേ? അപ്പം ഇത്തിരി മാറ്റങ്ങളുമായി നമ്മൾ ഇന്ന് വീക്കെൻഡ് കുക്കിംഗ് വ്ലോഗായിട്ടാണ് എത്തിയിട്ടുള്ളത്. ദിസ് ഇസ് മീ ജിത്തിന. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സാധാരണ വീട്ടമ്മമാർ വീക്കെൻഡിൽ ചെയ്യുന്ന കുക്കിങ്ങുകളൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അതിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റമായിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ഉച്ചയ്ക്ക് കുക്ക് ചെയ്യുന്നതും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. വീക്കെൻഡിൻ്റെ തലേ ദിവസം അതായത് ഫ്രൈഡേ നൈറ്റ് ഞാൻ പാത്രങ്ങളൊന്നും തന്നെ കഴുകി വെച്ചിട്ടില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെയാണ്, ഭയങ്കര മടിയായിരിക്കും നമുക്ക്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇതുപോലെ ഒരു കുന്ന് പാത്രങ്ങളുണ്ട് കഴുകി വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പാത്രങ്ങളൊക്കെ കഴുകി തീർന്നപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. സാധാരണയായിട്ട് ഞാൻ എപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ തുടങ്ങിയാലും വല്ലാത്തൊരു മഴയാണ്. എന്താണെന്നറിയില്ല, എപ്പോഴും ഞാൻ പറയാറ് ഡേ ഇൻ മൈ ലൈഫിൽ ഇന്ന് വല്ലാത്തൊരു മഴ ദിവസമാണെന്നാണ്. അതുപോലെ തന്നെ ഞാൻ ക്യാമറ എടുത്ത് വന്നപ്പോൾ തന്നെ നല്ല മഴയാണ്. കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഇപ്പോൾ മഴക്കാലമൊക്കെ ഏകദേശം അവസാനിച്ചെങ്കിലും മഴ മാത്രം അവസാനിച്ചിട്ടില്ല. മഴയ്ക്ക് തോന്നുന്നത് പോലെ തോന്നുന്ന സമയത്തൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ഭൂമിയിലേക്ക് വെള്ളമൊക്കെ വന്ന് ഈ മഴ നമ്മളെപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്യാവശ്യം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആ മഴയൊക്കെ നോക്കി നിന്നാൽ എൻ്റെ ഒരു ജോലിയും നടക്കില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് സൂചിപ്പുട്ടെന്നാണ് പറയാറ്. ചിലർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താണ് സംഭവം, ഇതുവരെ കേട്ടിട്ട് കൂടിയില്ല. അപ്പോൾ നമ്മളെപ്പോൾ ഇടിയപ്പമൊക്കെ അല്ലേ കഴിക്കാറ്. അപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ തന്നെ ഒരു വെറൈറ്റി വേർഷനാണ്. നമുക്ക് അതായത് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ കഴിക്കാം. എന്നാലൊട്ട് ഇടിയപ്പത്തെക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സാധാരണ ഇടിയപ്പപ്പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഡബിൾ ഹോഴ്സോ നിറപറയോ ഏതോ ഒരു ഇടിയപ്പപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സായി വരട്ടെ. അത്യാവശ്യം ബലമുള്ള ഒരു സ്പൂൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിത് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ചൂടുവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ ഇത്തിരി സൈസ് ഡബിൾ സൈസായി വരും. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി അധികം വെള്ളം ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാതെ അല്പാൽപ്പം ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇടിയപ്പത്തിൻ്റെ അത്രയും ലൂസായിട്ട് വേണ്ട കേട്ടോ. ഇത് ഇച്ചിരി കട്ടിയായിട്ട് വേണം നമുക്കിത് ഇരിക്കാനായിട്ട്. ഇടിയപ്പത്തിൻ്റെ അത്രയും ലൂസായി കഴിഞ്ഞാൽ നമ്മളിത് ഒന്നുകിൽ നമ്മൾ പുട്ടുകുറ്റിയിലോ അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലോ ഒക്കെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, സൂചികൾ തമ്മിൽ ഒട്ടിച്ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ടൈറ്റായിട്ട് മാവ് ഇരുന്ന് കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്ന് ഇതൊന്നുകൂടെ കുക്കായി കിട്ടും. അപ്പോഴേക്ക് ഇത് അല്പം ഒന്ന് തണുത്തും കിട്ടും നമുക്ക്. ഇപ്പോൾ ചൂടോടെ നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് അടച്ചു വെച്ചിട്ടുള്ള ആ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചിരവി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ആവശ്യത്തിന് തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തണുത്തിട്ടാണ് കേട്ടോ മാവ് ഇരിക്കുന്നത്. ചൂടോടെ നമുക്ക് കുഴയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളിതാ ഇതുപോലൊരു സേവനാഴി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ഇത്തരത്തിലുള്ള അച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിലൊക്കെ ഉണ്ടാകുന്നത് പോലത്തെ ഒരു അച്ചുണ്ടാവാറില്ലേ, അതാണ് ചില്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചില്ലെന്നും പറയും, ചില സ്ഥലങ്ങളിൽ അച്ചെന്നും പറയും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ചില്ല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് നമുക്ക് ഈ സേവനാഴിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സേവനാഴിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റോ മറ്റോ എടുക്കാം. നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രമാണ് ആവശ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുറമൊക്കെ എടുക്കാം കേട്ടോ. പണ്ട് കാലത്ത് മുറത്തിലൊക്കെയാണ് നമ്മളിത് ചെയ്തെടുക്കാറ്. ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ മുറ ആയതുകൊണ്ട് അതിൽ വേണമെങ്കിൽ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം.
നമ്മൾ ഇപ്പോൾ ഈ പ്ലേറ്റിലേക്ക് അല്പം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സേവനാഴി എടുത്തിട്ട് സേവനാഴിയിലെ മാവ് ഇതിന് മുകളിലേക്ക് നമുക്ക് സേവ് ചെയ്തെടുക്കാം കേട്ടോ. ആ മാവ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ, അതായത് മുകളിൽ വരാതെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുകളിലേക്കും കൂടെ അല്പം പൊടി തൂവി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ആ ഒരു സൂചികൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ സൂചികൾ എന്താ പറയുക, ചെറിയ സൂചികളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി വലിച്ചു കഴിഞ്ഞാൽ അത് മുറിഞ്ഞു വരും കേട്ടോ. അല്ല നമുക്ക് ചെറുത്, അതായത് നീളത്തിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് തവണയൊന്നും ഇതുപോലെ വലിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് തേങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാവ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്കും അല്പം തേങ്ങ വെച്ചിട്ട് നമുക്കിത് പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് കുക്കായിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടിപ്പോൾ ആവി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി സംഭവമാട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നഷ്ടമാണ് നിങ്ങൾക്കിത്. അപ്പോൾ നമ്മുടെ ഇത് ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിൽ വേണമെങ്കിലും നമ്മുടെ പുട്ടുകുറ്റിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ പുട്ടുകുറ്റിയിൽ ചെയ്തെടുക്കുന്നതാട്ടോ. അപ്പോൾ നമുക്ക് ഒരു പുട്ടുകുറ്റിയിൽ 3-4 ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചിരട്ടപ്പുട്ടിൻ്റെ ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നതാട്ടോ. അപ്പോൾ നമ്മുടെ സൂചിപ്പുട്ടൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ചോറിനൊക്കെ നമ്മൾ വെള്ളം വെച്ചല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് സാധാരണ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. ക്യാരറ്റ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത്. എനിക്കും ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടവും നമ്മൾ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഉപ്പേരി തന്നെയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറിലൊക്കെ കുഴച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊന്നും നമ്മൾ, അതായത് വേറെ കറികളൊന്നും വെച്ചിട്ടില്ലെങ്കിലും കുഴച്ച് കൊടുക്കാൻ നല്ല ടേസ്റ്റും ഹെൽത്തിയാണ്. അപ്പോൾ ഞാനിതപ്പോൾ ഇതൊന്ന് ക്യാരറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മളെല്ലാ ദിവസവും പച്ചക്കറിയും മീൻകറിയും അതായത് ഉപ്പേരിയും അങ്ങനെയൊന്നും വെക്കാറില്ല കേട്ടോ. ഞാൻ ഒരു മീൻകറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഉപ്പേരിയും പിന്നെ ഒരു പൊരിച്ച മീനും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു അവസരങ്ങളിൽ ഞാൻ പച്ചക്കറി ഒഴിവാക്കി കളയും കേട്ടോ. അല്ല പച്ചക്കറി ഉണ്ടെങ്കിൽ ഉപ്പേരിയും ഞാൻ സ്കിപ്പ് ചെയ്ത് കളയും. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭവമാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല വെജിറ്റബിൾ കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തെ വെജിറ്റബിൾസിൻ്റെ ആ ഒരു ഇതുകൂടെ സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും. ഫുൾ ടൈം വെജിറ്റബിൾസ് തന്നെ കൊടുക്കുമ്പോൾ. അപ്പോൾ ഉച്ചയ്ക്ക് മീനും അങ്ങനെയൊക്കെ, രാത്രി വല്ല ചിക്കൻ്റെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു ഡയറ്റ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതാ ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും അല്പം കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഉപ്പേരി ഒന്നും ഉണ്ടാക്കുന്ന കാര്യമൊന്നും ഞാൻ എല്ലാവരുടെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാനിപ്പോൾ എൻ്റെ വീക്കെൻഡ് കുക്കിംഗ് എന്ന് പറഞ്ഞത് കൊണ്ട് അതുകൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. ഇതിലേക്ക് അല്പം തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് മീനുള്ളത് മത്തിയാണ് കേട്ടോ. ഇത് തലേനേ വാങ്ങി വെച്ചിട്ടുള്ള മത്തിയാണ്. അപ്പോൾ ഇത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മുളകിടുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. മുളകിട്ട് കറി വെക്കാറില്ലേ നമ്മൾ, അരവൊന്നും ഇല്ലാതെ എളുപ്പത്തിലുണ്ടാക്കുന്നത്. ഇപ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഉള്ളിക്ക് പകരം നമുക്ക് ചെറിയുള്ളി ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉള്ളി ആയാലും ചെറിയുള്ളി ആയാലും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തല്ലോ, അതുപോലെ തന്നെ നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് അല്പം വാളൻപുളി കുതിർത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് ഞെരടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ല ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഈ ഒരു മുളകിട്ട കറിയുടെ ടേസ്റ്റ് നമുക്ക് ശരിയായ രീതിയിൽ കിട്ടുക. നമ്മൾ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പണ്ടത്തെവരൊക്കെ ഇതുപോലെ കൈ വെച്ച് മിക്സ് ചെയ്തിട്ടാണ് കറിയൊക്കെ ഉണ്ടാക്കാറ്. ഇപ്പോഴല്ലേ നമ്മൾ മുളകിട്ട കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണയിലൊക്കെ വഴറ്റിയിട്ട് ഒരുപാട് എണ്ണയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ്, ഇതിൻ്റെതായ വേറൊരു ടേസ്റ്റ്. അത് നമ്മൾ മൺചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഫ്രഷ് മീൻ കൂടെ ആയാൽ അടിപൊളി ടേസ്റ്റാണ് സംഭവം. അപ്പോൾ നമ്മളിതാ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുളിയും ഉപ്പും ഒക്കെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ.
നമ്മൾ ഉപ്പൊക്കെ ഇച്ചിരി അധികം ചേർത്ത് കഴിഞ്ഞാൽ മീനിലൊക്കെ പിടിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ നമ്മുടെ ഉപ്പൊക്കെ. അപ്പോൾ ഞാനിതിപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നല്ല ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് നല്ലവണ്ണം അടിഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഉള്ളിയുടെ ആ പച്ചച്ചുവയൊക്കെ ഉണ്ടാവും കേട്ടോ കറിയിൽ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം മാത്രമേ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കറി ഇച്ചിരി കുറുകിപ്പോയിന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്പം തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും നമ്മൾ മീനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മീനിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ കറി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ കറി അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ മത്തി ആയതുകൊണ്ട് ഞാനിത് പീസൊന്നും ആക്കാനായിട്ട് നിന്നിട്ടില്ല. അത് മുഴുവനായിട്ട് തന്നെയാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ചെറിയ ചെറിയ പീസൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞൊക്കെ പോവും. അതുകൊണ്ട് മുഴുവനായിട്ടുള്ള മത്തി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാടൊന്ന് സ്പൂൺ വെച്ച് നമ്മൾ ഇളക്കിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലവണ്ണം തിളച്ചതാണ്. അതുകൊണ്ട് മീനും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അത് കുക്കാവാനുള്ള തിള മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ചൂട് അതായത് ചട്ടിയിൽ നിന്നൊക്കെ കിട്ടിയിട്ട് മീനൊക്കെ കുക്കായിക്കോളൂ കേട്ടോ. ഒരുപാട് തിളപ്പിച്ചിട്ട് മീനിൻ്റെ ടേസ്റ്റ് ഒന്നും പോക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട. അപ്പോൾ നമ്മൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഞാനിപ്പോൾ ഉപ്പ് ആവശ്യമായിട്ടുള്ളത് കൊണ്ട് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള മുളകിട്ട കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, അത് ഞാൻ പുറകെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സൂചിപ്പുട്ടിന് തേങ്ങാപ്പാലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാലാണ് സൂചിപ്പുട്ടിന് നല്ല ടേസ്റ്റ്. ഈ മുളകിട്ട കറിയൊക്കെ അത്യാവശ്യം അതിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മുളകിട്ട കറിയൊക്കെ ഉപയോഗിക്കാറില്ലേ, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്കിതാ ഈ അടുപ്പിൽ ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഈ കറിയിലേക്കുള്ള വറവിട്ടെടുക്കാം. അതിനുവേണ്ടി നമ്മൾ അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് എണ്ണയിലൊന്നും വഴറ്റിയെടുക്കാത്ത കറി ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണയിലും ഇത് തന്നെ ഇത് സെയിം സ്റ്റെപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇച്ചിരി അധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉലുവയും പെരിഞ്ചീരകമൊക്കെ ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഫ്ലേവർ പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്രേവി മിക്സ് ചെയ്യുന്ന സമയത്തും വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലവണ്ണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നാടൻ കറികൾക്ക്. അപ്പോൾ നല്ലവണ്ണം ഒട്ടും പിശുക്കില്ലാത്ത കറിവേപ്പില ചേർക്കാം കേട്ടോ. പിന്നെ നമ്മുടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഈ വറവ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി സെയിം ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചീനച്ചട്ടി കഴുകാനൊന്നും പോകുന്നില്ല. നമ്മൾ സാധാരണ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ തന്നെയല്ല ചെയ്തെടുക്കുക. നമ്മളിതുപോലെ വറവൊക്കെ വറവൊക്കെ ഉണ്ടാക്കിയെടുക്കാനുണ്ടെങ്കിൽ ആ ചീനച്ചട്ടിയിൽ തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയെടുക്കും അല്ലേ. അപ്പം ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഉലുവയുടെയും കടുകിൻ്റെയും ആ ഒരു ടേസ്റ്റൊക്കെ അതിൽ അതുപോലെ തന്നെ ഉണ്ടാവും. ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ഉപ്പേരിക്കും കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഉപ്പേരി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത്തിരി വെള്ളം, അത് ആ വെള്ളത്തിലൊന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടും നമ്മുടെ ക്യാരറ്റൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം മതി. ആ ഒരു വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ക്യാരറ്റൊക്കെ കുക്കായി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ഒട്ടും വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കാം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും കൂടെ അടുപ്പിലേക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പണിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് വീക്കെൻഡിൻ്റെ കുക്കിംഗ് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലീനിങ്ങിൻ്റെ ജോലികളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് അത് അവിടെ കിടന്ന് അങ്ങനെ കുക്കായിക്കോളൂ കേട്ടോ. ഉപ്പേരിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഇനി പ്രത്യേകിച്ച് കുക്കിങ്ങോ കിച്ചണിലൊരു പരിപാടിയോ ഇല്ലയെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ്
ഏട്ടൻ പുറത്ത് നിന്ന് വരുന്നത്. ഏട്ടൻ രാവിലെ തന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മീനൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല, ഞാനിവിടെ മത്തിയൊക്കെ ഉണ്ട്, അതാണ് ഞാൻ കറി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 മത്തി ഇതിൻ്റെ അകത്ത് മാറ്റി വെച്ചിട്ട് ഏട്ടന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ഈ കുഞ്ഞിമത്തി 2-3 ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതൊന്നും ഒട്ടും താല്പര്യമില്ലാതെ പുള്ളിക്കാരൻ മാർക്കറ്റിലൊക്കെ പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മീനുണ്ട്. വീക്കെൻഡൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് അധികം തന്നെ വാങ്ങി വെക്കും കേട്ടോ. എൻ്റെ കിച്ചണിൽ ഓൾമോസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതാ മീനൊക്കെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വീടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറ്റിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ മതിലിനോട് ചേർന്നിട്ടുള്ള ഒരു വാഷ് ബേസിനും ഇതൊക്കെയാണ്. നമുക്ക് ഫിഷൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കെട്ടി തന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഈ മീനൊക്കെ ഒന്ന് ഓരോ പാക്ക് ആക്കിയിട്ട് നമുക്ക് ഓരോ ദിവസം വേണ്ട പാക്കുകളാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് വരീനുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇതിന് അയക്കൂറ എന്നാണ് പറയാം. നമ്മളിതിൻ്റെ കുറച്ചുകൂടെ വലുതിനാട്ടോ അയക്കൂറ എന്ന് പറയാം ഇവിടെ. പിന്നെ ഇതാ കൂന്തലുണ്ട്, അതുപോലെ തന്നെ കുറച്ചധികം തന്നെ വെള്ളാവലിയൊക്കെ ഉണ്ട്. വീക്കെൻഡിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ചധികം തന്നെ മീനൊക്കെ വാങ്ങിയിട്ട് വരും. അപ്പോൾ ഡെയിലി ഇതുപോലെ പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് വരണ്ടല്ലോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോരോ പാക്കാക്കി മാറ്റി വയ്ക്കും. കണ്ടോ, വലിയ കൂന്ത കേട്ടോ, നല്ല വലിയ സൈസിലുള്ള കൂന്തയാണത്. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കൂന്ത ഫ്രൈയും പുട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഡിന്നറിന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതിൽ നിന്ന് ആ മീനിൽ നിന്ന് ജസ്റ്റ് ആവോലി മാത്രം ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഫ്രഷ് മീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഫ്രഷ് മീൻ ഫ്രൈ ചെയ്തത് മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഉപ്പും മുളകും തേച്ച് വെച്ച മീനൊന്നും ആർക്കും ആവശ്യം ഉണ്ടാവില്ല. അത് ഞാൻ തന്നെ ഫ്രൈ ചെയ്ത് മിക്കവാറും കഴിക്കേണ്ടി വരും. അപ്പോൾ അത് ആവോലി നന്നായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛനും മക്കളും ഒക്കെ ഈ ആവോലിയും കൂട്ടിയിട്ടേ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഫ്രഷായിട്ട് മീനൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഫ്രഷായിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ, നമ്മൾ ഐസിലേക്കൊന്നും ഇട്ട് വെക്കാത്ത മീൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ ഉപ്പുമുളകൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കഴിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും പുതിയ മീൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കും കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് അറിയുന്നവർ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് നിൽക്കുമ്പോഴും ഇതുപോലെ തന്നെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ജോലികളൊക്കെ ഒന്ന് തീർത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് മഴയുടെ സൗന്ദര്യം ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുക അല്ലേ. എന്ത് ഭംഗിയാണ് ഇങ്ങനെ പെയ്യുന്ന ഓരോ തുള്ളികളും കാണാൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.